അപ്പോൾ ഇന്ന് നമ്മൾ പരിപ്പ് വട റെഡിയാക്കാനായിട്ട് കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ റെഡിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല വടപ്പരിപ്പ്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, 2 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, 1 കറിവേപ്പില, പിന്നെ ഒരു സവാളയുടെ പകുതിയാണ് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, പിന്നെ ഒരു വറ്റൽമുളക്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുക്കേണ്ട, ഒന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പൊക്കെ കൊണ്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പരിപ്പ് വടയും കൊണ്ട് റെഡിയാക്കി കൊണ്ടെടുക്കാം. ചതയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു പിടി പരിപ്പ് എടുത്തുകൊണ്ട് മാറ്റി വെക്കാം. മുഴുവൻ പരിപ്പ് ചതച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. അന്നേരം നമ്മൾ പരിപ്പ് വടയൊക്കെ കഴിക്കുമ്പം ഒന്ന് കടിക്കാനും പറ്റും പരിപ്പ്. അന്നേരം പരിപ്പിൻ്റെ കൂടെ തന്നെ എല്ലാ ചേരുവകളും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇനി 2 കിറുകിറ് വെച്ച് കഴിഞ്ഞിട്ട് പരിപ്പ് ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊണ്ട് കൊടുക്കാം. ഇനി ഒന്ന് ചതച്ചെടുക്കാം. അതുപോലെ പരിപ്പും ചേരുവകളും എല്ലാം നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊണ്ട് കൊടുക്കാം. അതുപോലെ പരിപ്പൊക്കെ ചതച്ചത് നമ്മൾ പ്ലേറ്റിനകത്തോട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പരിപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ഇങ്ങനെ കൊണ്ട് എടുത്ത് നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് നല്ലപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കാം. അന്നേരം പരിപ്പോടെ ഉണ്ടാക്കാനായിട്ട് ചീൻചട്ടി അടുപ്പത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഈ ചീൻചട്ടി നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ അങ്ങോട്ട് ഒഴിച്ച് എണ്ണയും ചൂടായി വരുമ്പോൾ നമുക്ക് പരിപ്പ് വട അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കണം. അപ്പോൾ ചീൻചട്ടി ഒന്ന് ചൂടായി വന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പരിപ്പ് വട ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തീയൊക്കെ ഇനി നമുക്കൊരു മീഡിയം ഉണ്ടാക്കി വെക്കണം, അല്ലെങ്കിൽ ഉള്ളു വേഗത്തില്ല, പുറം സൈഡ് മാത്രം പെട്ടെന്ന് മൂത്തു. ഒരു 5 എണ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രേ കൊള്ളത്തുള്ളൂ. ഇനി നമുക്ക് ആദ്യം ഇട്ട് കൊടുത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡ് നല്ലപോലെ മുരിച്ച് കൊടുക്കാം. അന്നേരം നമ്മുടെ പരിപ്പോടെയൊക്കെ എല്ലാം തിരിച്ചിട്ട് കൊടുത്ത് എല്ലാം മൂത്ത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ ആദ്യത്തെ സെറ്റ് പരിപ്പോടെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോരി കൊണ്ട് മാറ്റാം. നല്ല കിടിലം പരിപ്പോട. ഇനി അടുത്ത സെറ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് 4 ഇട്ട് കൊടുക്കുന്നുള്ളൂ. മുമ്പേ 5 എണ്ണമായിരുന്നു. അത് കാരണം ഇച്ചിരി സ്പേസിന് കുറവുണ്ടായിരുന്നു. 4 അവിടെ കിടന്ന് നല്ലപോലെ കൊണ്ട് നോക്കട്ടെ. അന്നേരം നമ്മുടെ രണ്ടാമത്തെ സെറ്റ് പരിപ്പോടെ നല്ലപോലെ മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതോടെ കോരി മാറ്റാം. ഉണ്ടോ, നല്ല കിടുക്കാച്ചി പരിപ്പോടെ. ഇനി നമുക്ക് ലാസ്റ്റിലത്തെ സെറ്റാണിത്. നമ്മുടെ ലാസ്റ്റ് പരിപ്പോടെ, ചിന്നൻ പരിപ്പോടെ. അന്നേരം നമ്മുടെ ലാസ്റ്റ് പരിപ്പോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും അങ്ങോട്ട് കോരി കൊണ്ട് മാറ്റാം. അന്നേരം നമ്മുടെ കിടലിനായിട്ടുള്ള പരിപ്പോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കാപ്പി അങ്ങോട്ട് അകത്തി കാപ്പിയിലൂടെ ഇവനെ അങ്ങോട്ട് കഴിക്കണം. കേട്ടോ, നല്ല മോരിഞ്ഞ് നല്ല റെഡിയായ നല്ല കിടിലം പരിപ്പോടെ. അങ്ങനെ നമ്മളെ കിടലിനായിട്ടുള്ള പരിപ്പോടെ കേട്ടോ, നല്ല സൂപ്പർ പരിപ്പോടെ. അതിൻ്റെ കൂടെ നല്ല പാൽ കാപ്പി. പൊളി സാധനം.